ഇപ്പോൾ ഈ പനയമ്പാടം അപകടത്തിലെ പുതിയ വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അപകടത്തിന് കാരണമായ ലോറി ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമുള്ള നരഹത്യാ കുറ്റം ചുമത്തിയിരിക്കുന്നു. വഴിക്കടവ് സ്വദേശിയായ പ്രജീഷ് കുറ്റം സമ്മതിക്കുകയായിരുന്നു. തനിക്ക് പറ്റിയ പിഴവാണ് എന്ന് പ്രജീഷ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നു. ഗോകുൽ VS വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, തനിക്ക് പറ്റിയ പിഴവെന്ന് പറയുമ്പോൾ ആ സമയത്ത് മൊബൈൽ ഫോണിലായിരുന്നു എന്ന ചില സൂചനകളുണ്ടായിരുന്നു. അത് സമ്മതിക്കുന്നുണ്ടോ പ്രജീഷ്? അതായത് ഈ ഫോൺ സംബന്ധിച്ച വിവരങ്ങൾ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ പ്രതിപാദിച്ചിട്ടില്ല. പക്ഷെ ഇതിൽ പറയുന്ന തനിക്ക് പറ്റിയ പിഴവ് മൂലമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതെന്നാണ് പ്രജീഷിന്റെ കുറ്റസമ്മതം വരുന്നത്. വഴിക്കടവ് സ്വദേശി പ്രജീഷിനെതിരെയാണ്, തന്റെ അശ്രദ്ധയാണ് ഈ അപകടത്തിന് കാരണമെന്ന് പ്രജീഷ് കുറ്റം സമ്മതിച്ചു. പ്രജീഷ് പക്ഷെ പോലീസിനോട് പറഞ്ഞത് മറ്റൊരു വാഹനം, ഒരു ബൈക്ക് മുന്നിൽ ചാടി, അങ്ങനെയാണ് പ്രശ്നമുണ്ടായത് എന്നുള്ളതാണ്. തന്റെ ഒരു ശ്രദ്ധക്കുറവ് മൂലമാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് പ്രജീഷ് പറയുന്നത്. ഏതായാലും അതിൽ അദ്ദേഹം ഒരു കുറ്റസമ്മതം നടത്തുന്നു. ഇതിന് കാരണമായ, അതായത് സിമന്റ് ലോറിക്കെതിരെ വന്ന ലോറി ഡ്രൈവർക്കെതിരെയാണ് മനഃപൂർവ്വമുള്ള നരഹത്യക്ക് കേസെടുത്തിട്ടുള്ളത്. ഈ അപകടത്തിന് കാരണം ഈ ലോറിയാണെന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ്. ഇതനുസരിച്ചുള്ള കേസാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ MVDയുടെ പരിശോധനയും നടത്തുന്നുണ്ട്. അതിലാണ് പ്രജീഷ് ഈ സമയത്ത് ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള സംശയം നിലനിൽക്കുന്നത്. പക്ഷേ പോലീസിന് നൽകിയ മൊഴിയിൽ ഇത്തരത്തിൽ ഫോണിന്റെ ഒരു കാര്യം പറയുന്നില്ല. മറ്റൊരു വാഹനം വന്നു, പക്ഷെ താൻ അത് ശ്രദ്ധിച്ചില്ല. അത് ശ്രദ്ധിക്കാതെ പോയപ്പോഴുണ്ടായ പിഴവ് മൂലമാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് പ്രജീഷ് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. ശരി, ഇപ്പോൾ ഈ കരിമ്പ അപകടത്തിൽ ലോറി ഉടമ, അതായത് ഈ സിമന്റ് ലോറി ഉടമയുടെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. മറ്റൊരു ലോറി ഇടിച്ചാണ്, അതായത് ഈ മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള ലോറി ഇടിച്ചാണ് അപകടം ഉണ്ടായതെന്നാണ് ഡ്രൈവർമാരിൽ ഒരാൾ തന്നോട് പറഞ്ഞതെന്ന് ഉടമ റെജി പറഞ്ഞു. വാഹനത്തിന്റെ ചില്ല് പൊട്ടിയതിനാൽ പിന്നീട് ഡ്രൈവർക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ലെന്നും പറയുന്നു. പാലക്കാട് നിന്ന് കണ്ണൂരിലേക്ക് സിമന്റ് ലോഡുമായി വരുന്നതിന് ഇടയിലാണ് അപകടമെന്നും റെജി